എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓലൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് വൻപയറും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു ഓലൻ്റെ റെസിപ്പിയാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓലൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വൻപയറാണ് വേണ്ടത്. വൻപയർ ഒരു 2-3 മണിക്കൂറൊന്ന് കുതിർത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മളിവിടെ കുതിർക്കാതെയാണ് എടുത്തിരിക്കുന്നത്. പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ വൻപയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിവിടെ കുതിർക്കാതെ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഒരു 5-6 വിസിൽ വേണ്ടി വരും ഇത് വെന്ത് കിട്ടാനായിട്ട്. ഒരു 5 വിസിലടിച്ച് നമ്മൾ വൻപയർ പ്രഷറൊക്കെ പോയതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു കപ്പോളം കുമ്പളങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 കപ്പ് നല്ല കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ തേങ്ങാപ്പാലിലും അതുപോലെ തന്നെ വൻപയറിലും കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് കൂടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പം ഒന്ന് കുറുകി വന്നിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മൾ 1-ാം പാൽ ചേർത്തിട്ട് വീണ്ടും ഇത് ഒന്നുകൂടെ കുറുകും. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മളിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു പടങ്ങ് തിളപ്പിക്കരുത്. ഇതിലേക്ക് അവസാനം കുറച്ച് പച്ചക്കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ചു വെക്കുക. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല കുറുകി വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഓണസദ്യയുടെ കംപ്ലീറ്റ് മെനു ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. നമ്മൾ ഒരുപാട് വെറൈറ്റിയിലുള്ള പായസങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കണ്ടു നോക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്